എല്ലാവരും കണ്ടിട്ടുള്ള കോറി അത്ര ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ കയറണം ഗൈസ്. ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം വന്ന് വെള്ളം ഉരുൾപൊട്ട് വരും. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ഒരു വാട്ടർഫോൾസ് കാണാൻ പോവാണ്. അതായത് ഒരു കുഞ്ഞു വാട്ടർഫോൾസ് കേട്ടോ. അത് മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്നൊരു വാട്ടർഫോൾസാണ്. നമ്മുടെ ചാനലിൽ നമ്മളെപ്പോഴും ഒന്നും വീഡിയോസ് ഇടാറില്ല. ലോങ് വീഡിയോസ് വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. പോകുന്ന ഈ വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ആ ഒരു പാറയൊക്കെ കണ്ടോ, ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങി നല്ല നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് മലപ്പുറത്താണ്. ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. എടവണ്ണ ഭാഗത്താണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോറിയാണ് കേട്ടോ. ഈ കോറീൻ്റെ അവസ്ഥ നിങ്ങൾ കാണണമല്ലോ. അതായത് നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ കോറീൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കാഴ്ച മാത്രം നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, കുറച്ച് ദൂരം നടക്കാനുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അനധികൃതമായി പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എന്താ പറയുക, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതായത് അതൊരു പാറക്കോറിയായിരുന്നു. പാറ പൊട്ടിക്കലൊന്നും ഇപ്പോൾ നടക്കുന്നില്ല കേട്ടോ. അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ മഴക്കാലത്ത് മാത്രം വെള്ളം ചാടുന്ന ഒരു വാട്ടർഫോൾസാണ് കേട്ടോ. ഇപ്പം നമ്മളിതാ ഈ മതിലൊക്കെ എടുത്ത് ചാടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കൂടെ വഴി ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് കണ്ടത് കേട്ടോ. ഇവിടെ വലിയ വലിയ വാഹനങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മതിലൊക്കെ കല്ല് വെച്ച് കെട്ടിയേക്കുവാണ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പോകുന്ന വഴിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസും അങ്ങനെ ചെറിയ ചെറിയ തോടുകളും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. പക്ഷെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങോട്ട് നമ്മൾ ഈ പോകുന്ന റൂട്ട് മൊത്തം ഒരാളില്ലാത്ത ഏരിയയാണ്. അപ്പുറത്തും കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മുൻപ് ഈ പാറക്കുറി പാറ പൊട്ടിച്ചിരുന്ന ആ കാലത്ത് ഇങ്ങനെ ഈ പാറക്കുറിയിൽ ജോലി എടുത്തിരുന്ന ജോലിക്കാർ അവരെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകളും ഇതൊക്കെ ഇങ്ങനെ ഇരുവശത്തും ഇങ്ങനെ കാണാനുണ്ട് കുറേ. പക്ഷെ അതൊക്കെ ഇങ്ങനെ കുറേ ഭാഗങ്ങൾ പൊളിഞ്ഞു പോയിട്ടും ഇതൊക്കെ ഉണ്ടാകുന്നു. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാ ഭാഗത്തും ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോയിൽ. അവിടെ ഇവിടെയൊക്കെ എൻ്റെ ബാക്കിലൊക്കെ കണ്ടോ. എനിക്ക് നല്ല ടയേർഡായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തതൊക്കെ ഞാൻ തിരിച്ചാക്കിയതാണ് കേട്ടോ. കാരണം ടയേർഡ് കൊണ്ട് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നിലൊരു വീഡിയോ കൊടുക്കാം ഇങ്ങോട്ട് നടക്കുമ്പോഴൊരവസ്ഥ. അതുകൊണ്ട് ബാക്കി വീഡിയോസ് കയറിയിട്ട് കാണിച്ചു തരാം. ശ്വാസം എടുക്കാൻ പറ്റില്ല. എല്ലാവരും കണ്ടിട്ടുള്ള കോറി അത്ര ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ കയറണം ഗൈസ്. പിന്നെ നമ്മളിതാ കോറിക്ക് ഏകദേശം എത്തിയിട്ടോ. ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല, കാരണം അത്രയ്ക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പം കുറച്ച് പേരൊക്കെ അവിടെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്കും തന്നെ ഒരു ആശ്വാസമായത്. കാരണം ആളില്ലാതെ നമ്മളിങ്ങോട്ട് വരാനേ പാടില്ല. ഇനിയിപ്പോൾ ആര് വരുന്നുണ്ടെങ്കിലും കുറച്ച് ആൾ കൂടുതൽ 5-6 ആൾക്കാരൊക്കെ ആയിട്ട് വരിക. ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഞാനും ഇക്കയും കുട്ടികളും മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളൊരാശ്വാസം. അപ്പം അങ്ങനെ ഫാമിലിയൊക്കെ വരുന്നവർ 2-3 ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് വരിക. കാരണം ഇങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ കണ്ടു. ഇവിടുന്ന് ഇങ്ങോട്ട് വീണാൽ താഴേക്ക് വീണാൽ വെള്ളം കേട്ടോ. നല്ല ശ്രദ്ധിച്ച് വേണം നമുക്ക് പോകാനായിട്ട്. കാരണം ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന എല്ലാ വഴികളും ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാം അടച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ഏകദേശം വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോഴും കുറച്ച് പേര് അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫാമിലീസ് തന്നെ. അപ്പോൾ നമുക്കൊരു സമാധാനമായി. അപ്പം നമ്മളും പറഞ്ഞു അവർ പോകുമ്പോൾ നമുക്ക് തിരിച്ച് പോകാം. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന്
നമ്മളെ എന്ത് ചെയ്താലോ നമുക്കെന്ത് സംഭവിച്ചാലോ നമ്മൾ വിളിച്ച് അട്ടഹസിച്ച പോലും ആരും കേൾക്കാത്തൊരു ഏരിയ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ആളില്ലാതെ പോകരുത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. അത്രയ്ക്കും ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. ഇപ്പോഴത്തെ കാലമായതുകൊണ്ട് നമുക്കെന്ത് സംഭവിക്കുമോ നമ്മളാരെന്ത് ചെയ്യുമോ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയും കൂടപ്പിറകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫാമിലിയൊക്കെ പോകുമ്പോൾ 1-2 ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് പോവുക. പിന്നെ ഇവിടെ എത്തുമ്പോൾ ആളുണ്ടാവുമോ എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം. നമുക്ക് തന്നെ കയറി വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആൾക്കാരെ കണ്ടപ്പോഴാണ് നമുക്കൊരു സമാധാനമായത് കേട്ടോ. ഒന്നാമത് ചെറിയ കുട്ടികളും കൊണ്ടാണല്ലോ നമ്മൾ വരുന്നത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇതാ കണ്ടു, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. കുറച്ച് കുട്ടികളും അവരുടെ അമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ എടവണ്ണ ഒതായി ചാത്തല്ലൂരാണ് കേട്ടോ. ഉദായിൽ നിന്ന് ചാത്തല്ലൂർ വഴി പോകുന്ന ബിസ്മി കോറിയാണ് കേട്ടോ. അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ളൊരു കോറിയാണ് കേട്ടോ ഈ ബിസ്മി കോറി. അപ്പം ലൊക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ അത് അവിടെ നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കയറി വന്ന ക്ഷീണത്തിൽ അവിടെ ഇരുന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. നല്ല ടയേർഡായിരുന്നു ഞാൻ അങ്ങോട്ട് എത്തിയപ്പോഴേക്ക്. പിന്നെ ഇതാ മക്കളും ഈ ഫാമിലീസിൽ കുറേ പിള്ളേരും അവരുടെ കൂടെ ഒരു ചെറുക്കനെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ മക്കളിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ തുടങ്ങി. ആദ്യം അതൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതായപ്പോൾ അതൊക്കെ ശരിയായി. പിന്നെ അവരും എൻജോയ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ആഴമൊന്നുമില്ല, എന്നാൽ അവർക്ക് കുളിക്കാനും പറ്റും. ആ വാട്ടർഫോൾസിൽ ഇങ്ങനെ ചാരിയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരിതാണ്. നല്ല മഴയുള്ള സമയത്തും കൂടെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ പറയാനില്ല കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. നല്ല എന്താ പറയുക, ഹെവി ആയിട്ട് വാട്ടർഫോൾസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മഴയുള്ള ടൈമിൽ കുറച്ച് പേരൊക്കെ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അത്രയും ദൂരം നടന്ന ടയേർഡിൽ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത്രയും ദൂരം കയറി വന്നിട്ട്. ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങാതെ അവിടെ ഒരു പാറയിൽ ഇരുന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. എന്നോടൊക്കെ സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞു നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ അവർക്കും ചെറുതായിട്ട് പേടി, ആളില്ലാത്ത ഏരിയക്കായപ്പോൾ. പിന്നെ ഇവിടെ എത്തി എല്ലാവരും ഉണ്ടായപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അവർ വന്നപ്പോൾ വേറെ ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ അവർ പോയി എന്ന് പറഞ്ഞു. ഇവരും വന്നിട്ട് കുറച്ച് സമയമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കും കുറച്ച് നേരമൊക്കെ കുളിച്ചിട്ട് ഇവർ തിരിച്ചു പോകുമ്പോൾ ഇവരെ കൂടെ പോകണം. കാരണം ആളില്ലാതെ അവിടെ നിൽക്കുന്നത് അത്ര സേഫല്ല. മക്കളൊക്കെ നല്ല എൻജോയ്മെൻറ്റ്സിലാണ് കേട്ടോ. നല്ല എന്താ പറയുക, ആ വാട്ടർഫോൾസിൽ ഇങ്ങനെ നിൽക്കാൻ നല്ലൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. എന്നെ വലിച്ച് അതിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ പറയുക കുറച്ച് സമയം, അതായത് ഇവരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ കാണുന്ന വാട്ടർഫോൾസ് കണ്ടോ, അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പം ഈ ഫാമിലീസ് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കായപ്പോൾ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കൂടുതലും നിന്നില്ല, എനിക്ക് വല്ലാണ്ട് തണുത്തപ്പോൾ ഞാൻ വേഗം കയറിയിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് ഇത്രയും ഏറ്റവും ഹെവി ആയിട്ടുള്ള വാട്ടർഫോൾസ് ഇത് തന്നെയാണ്. അപ്പുറത്തുള്ളതൊക്കെ കുഞ്ഞു കുഞ്ഞു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ കൂത്തും കളിയും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ വേഗം തിരിച്ചു പോരുകയാണ്. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലീസ് ഇതാ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. പോയിട്ടുണ്ട് പറഞ്ഞാൽ അവിടെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളും വേഗം കയറി തലയൊക്കെ തോർത്തി ആണ്. വാട്ടർഫോൾസ് ഞാൻ ആരും കണ്ടില്ല എന്ന് പറയരുത്, കോറി കണ്ടില്ല എന്നാരും കഥ എഴുതുകയാണ്. പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായി നൈറ്റേഴ്സ്. ഇപ്പൊ നൈറ്റേഴ്സുമാരൊക്കെ കുറവാണ്. ഇപ്പൊ ഇതാണ് നമ്മളെ പറഞ്ഞ കോറി കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചു പോന്നു. അവിടെ ഒരു വലിയ കോറി ഉണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കോറിയാണ് അത്. നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ.
അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ്സ് വേണ്ടേ. അപ്പം ഞാനൊന്നും എവിടെയും എത്താത്തൊരു യൂട്യൂബർ കൂടിയാണ്. അപ്പം നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.